ഹായ് എവ്രി വൺ, വെൽക്കം ടു വൺ സ്റ്റോപ്പ് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 51. A is equal to set of all 2 power minus m plus 2 power minus n where m, n എന്നിവ പോസിറ്റീവ് പൂർണ്ണസംഖ്യകളായാൽ ഇൻഫിമം A എത്രയാണ്? സോ നമുക്കൊരു സെറ്റ് A തന്നിട്ടുണ്ട്. ആ സെറ്റിൻ്റെ ഇൻഫിമമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. A സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറും A ബിലോങ്സ് ടു റിയൽ നമ്പർ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഓഫ് A ആയിരിക്കും ഇഫ് എയിലുള്ള എല്ലാ എലമെൻസിനേക്കാളും ഇത് ചെറുതായിരിക്കണം. ദാറ്റ് ഈസ് ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു A, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ലോവർ ബൗണ്ട് ഓർ ഇൻഫിമം ഓഫ് A ആയിരിക്കും ഇഫ് A എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ആയിരിക്കണം. ആൻഡ് ഏതെങ്കിലും ഒരു ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് B ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് A, ദെൻ A ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B. സെക്കൻഡ് കോൺസെപ്റ്റ്, C ആൻഡ് D എന്ന് പറയുന്നത് നോൺ എം ടി ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആറും ആൻഡ് C പ്ലസ് D ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ C പ്ലസ് D സച്ച് ദാറ്റ് സ്മോൾ c ബിലോങ്സ് ടു ക്യാപിറ്റൽ C ആൻഡ് D ബിലോങ്സ് ടു ക്യാപിറ്റൽ D. ദെൻ ഇൻഫിമം ഓഫ് C പ്ലസ് D എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻഫിമം ഓഫ് C പ്ലസ് ഇൻഫിമം ഓഫ് D ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിട്ടുള്ള സെറ്റ് A എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് അതിൻ്റെ ഇൻഫിമമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്ക് C പ്ലസ് D എന്ന രീതിക്ക് എഴുതാം. വേർ C എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 2 പവർ മൈനസ് m സച്ച് ദാറ്റ് m ബിലോങ്സ് ടു Z പ്ലസ് ആൻഡ് D ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2 പവർ മൈനസ് n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു Z പ്ലസ്. സോ നമ്മുടെ സെക്കൻഡ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഇൻഫിമം A എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻഫിമം ഓഫ് C പ്ലസ് D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് C പ്ലസ് ഇൻഫിമം ഓഫ് D. സോ ഇൻഫിമം A കണ്ടുപിടിക്കാൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സിയുടെ ഇൻഫിമമും ഡിയുടെ ഇൻഫിമമും കണ്ടുപിടിച്ചാൽ മതി. സോ ഇവിടെ C എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 2 പവർ മൈനസ് m സച്ച് ദാറ്റ് m ബിലോങ്സ് ടു Z പ്ലസ് ആണ്. സോ ഇതിന് ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. എമ്മിന് ഓരോ ഇൻറ്റീജേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1/2 1/2 സ്ക്വയർ 1/2 ക്യൂബ് 1/2 പവർ 4 എക്സെട്ര എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1/2 1/4 1/8. സോ എല്ലാ ടേംസും നമ്മുടെ സീറോയിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് എനിക്കൊരു റിലേഷൻ എഴുതാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ബിക്കോസ് എല്ലാ ടേംസും 1/2-നേക്കാളും ചെറുതാണ്, എല്ലാ ടേംസും 0-നേക്കാളും ഗ്രേറ്ററാണ്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 0 ഒരു ലോവർ ബൗണ്ടായിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് -1 ഒരു ലോവർ ബൗണ്ടാണ്, -2 ഒരു ലോവർ ബൗണ്ട്, Z- എല്ലാം ഇതിൻ്റെ ലോവർ ബൗണ്ടാണ്. പക്ഷേ 0 ആണ് ഏറ്റവും വലിയ ലോവർ ബൗണ്ട്, ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. സോ 0 എന്ന് പറയുന്നതാണ് സിയുടെ ഇൻഫിമം. സോ ഇൻഫിമം C ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിമിലർലി നിങ്ങൾ ഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിമം D എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. ദെയർഫോർ ഇൻഫിമം A ഈസ് ഈക്വൽ ടു ഇൻഫിമം C പ്ലസ് ഇൻഫിമം D ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. 1 + 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന സീരീസ്. സോ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ആ സീരീസ് കൺവേർജൻ്റ് ആണോ, ഡൈവേർജൻ്റ് ആണോ, അൺബൗണ്ടഡ് ആണോ, അല്ല നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. P സീരീസ് 1/n per P കൺവേർജൻ്റ് ആയിരിക്കും ഇഫ് P ഈസ് ഗ്രേറ്റർ ദാൻ 1, ഡൈവേർജൻ്റ് ആയിരിക്കും ഇഫ് P ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ തന്നിരിക്കുന്ന സീരീസ് ഇതാണ്. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് ടേം 1/2 സ്ക്വയർ, തേർഡ് ടേം 1/3 സ്ക്വയർ. സോ nth ടേം എന്ന് പറയുന്നത് 1/n സ്ക്വയർ ആണ്. സോ സീരീസ് എന്ന് പറയുന്നത് 1/n സ്ക്വയർ ഫോമിലാണ് ഉള്ളത്. ആൻഡ് ഇവിടെ P എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ് ആൻഡ് 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ P സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. Therefore by concept given series is convergent. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് C ആണ്.
Next question, question 53. Sigma n equal to 0 to infinity n cube plus 1 divided by 2 power n plus 1 എന്ന സീരീസ്. സോ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ആ സീരീസ് കൺവേർജൻ്റ് ആണോ, ഡൈവേർജൻ്റ് ആണോ, അൺബൗണ്ടഡ് ആണോ, ആൻഡ് നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കിതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്. സിഗ്മ n equal to 0 to infinity un ഉം സിഗ്മ n equal to 0 to infinity vn ഉം റിയൽ സീരീസ് ആണ്. സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു un ലെസ് ദാൻ ഓർ ഈക്വൽ ടു vn ആണെങ്കിൽ സിഗ്മ vn കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ un കൺവേർജൻ്റ് ആയിരിക്കും. സിഗ്മ un ഡൈവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ vn ഡൈവേർജൻ്റ് ആയിരിക്കും. സെക്കൻഡ് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്. സിഗ്മ യു എന്ന് പറയുന്ന റിയൽ സീരീസ് ആണ്. സച്ച് ദാറ്റ് യു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ യു എൻ ഈക്വൽ ടു എൽ ആയാൽ സിഗ്മ യു എൻ കൺവേർജൻ്റ് ആയിരിക്കും ഇഫ് എൽ ഇസ് ലെസ് ദാൻ 1, ഡൈവേർജൻ്റ് ആയിരിക്കും ഇഫ് എൽ ഇസ് ഗ്രേറ്റർ ദാൻ 1, ടെസ്റ്റ് ഫെയിൽ ചെയ്യും ഇഫ് എൽ ഇസ് ഈക്വൽ ടു 1. സോ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തന്നിരിക്കുന്ന സീരീസിനെ ഞാൻ സിഗ്മ യു എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ നോട്ട് ചെയ്യുകയാണെങ്കിൽ 2n പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2n ആണ്. ദാറ്റ് എംപ്ലൈസ് 1/2n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പെർ n കിട്ടും. സോ രണ്ട് സൈഡും ഞാനിപ്പോൾ n³ പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് എംപ്ലൈസ് n³ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പെർ n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n³ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പെർ n കിട്ടും. സോ ഇത് നോക്കുകയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് യു എൻ ടേം ആണ്. ഈ ടേമിനെ ഞാൻ വി എൻ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ ഇതിനെ ഞാനിപ്പോൾ ഒരു സീരീസ് ഫോമിൽ എഴുതാണ്. സോ സിഗ്മ വി എൻ ഇസ് ഈക്വൽ ടു സിഗ്മ n³ പ്ലസ് 1 ഡിവൈഡ് ബൈ 2n. സോ വി എന്നിന് ഞാനിപ്പോൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വി എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൻ. വി എൻ പ്ലസ് 1 കിട്ടാനായിട്ട് നിങ്ങൾ n ടേംസ് ഉള്ള സ്ഥലത്തൊക്കെ n പ്ലസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പെർ n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ n³ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 പെർ എന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ടേമിനെ മുകളിലോട്ട് കൊണ്ടുപോവാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ഇൻറ്റു 2 പെർ n ഡിവൈഡ് ബൈ 2 പെർ n പ്ലസ് 1 ഇൻറ്റു n³ പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 2 പെർ n ഉണ്ട്, ഇവിടെയും 2 പെർ n ഉണ്ട്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ ഒരു 2 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഹോൾ ക്യൂബ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു n³ പ്ലസ് 1 എന്ന് കിട്ടും. ഇപ്പം ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും n³ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/n ഹോൾ ക്യൂബ് പ്ലസ് 1/n³ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 1/n³ എന്ന് കിട്ടും. അപ്പോൾ ഞാൻ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാണ്. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/n ടെൻസ് ടു 0 ആവും. സോ ഈ ടേം 0 ആവുന്നു, ഈ ടേം 0 ആവുന്നു, ഈ ടേമും 0 ആവുന്നു. സോ ബാക്കിയുള്ളത് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വി എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ വി എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/2 ആൻഡ് 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് സിഗ്മ വി എൻ കൺവേർജസ് ആണ്. സോ ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം. ബിക്കോസ് യു എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എൻ ആൻഡ് വി എൻ എന്ന് പറയുന്നത് കൺവേർജസ് ആണ്. സോ ദെയർഫോർ സിഗ്മ യു എനും കൺവേർജസ് ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 54. എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ എന്നത് ധാരാമുറിയാത്തതും ഏകാധനവുമാണെങ്കിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, എഫ് എന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. ബി, എഫ് എന്നത് ആറിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. സി, എഫ് എന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. ഡി, ബിയും സിയും ശരിയാണ്. സോ നമുക്കൊരു ഫങ്ഷൻ എഫ് ഫ്രം എ ബി ടു ആർ തന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂസും മൊണോട്ടോണും ആണെങ്കിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. സോ തിയറം പറയുന്നത് എഫ് ഫ്രം എ ബി ടു ആർ എന്ന് പറയുന്നത് കണ്ടിന്യൂസും മൊണോട്ടോൺ ഫങ്ഷൻ ആണെങ്കിൽ
എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലാണ് റീമാൻ ഇൻറ്റഗ്രബിൾ. സോ ഇത് ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. സോ തന്നിരിക്കുന്നത് എഫ് ഫ്രം എ ബി ടു ആർ എന്ന് പറയുന്നത് കണ്ടിന്യൂസും മൊണോട്ടോൺ ഫംഗ്ഷനാണ്. സോ ബൈ തിയറം എഫ് എന്ന് പറയുന്നത് എ ബിയിൽ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 56. എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ എന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ഏതാണ് ശരി? സോ നമുക്കൊരു ഫംഗ്ഷൻ എ ബി ടു ആർ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അങ്ങനെ ആയാൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ഓൺ എ ബി ആയാൽ മോഡുലസ് ഇൻ്റഗ്രൽ എ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി മോഡുലസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. സോ നമുക്ക് തന്നിട്ടുള്ളത് എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. സോ കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് കിട്ടും. ദാറ്റ് ഈസ് മോഡുലസ് ഇൻ്റഗ്രൽ എ ബി എഫ് എന്ന് പറയുന്നതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ബി മോഡുലസ് എഫ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 57. ഇൻ്റഗ്രൽ 2z പ്ലസ് 1 ഡിവൈഡ് ബൈ z² പ്ലസ് z എന്നതിൻ്റെ വില മോഡ് z ഇസ് ഈക്വൽ ടു 1/4 എത്രയാണ്? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് ഓവർ ദ കർവ് മോഡ് z ഈക്വൽ ടു 1/4. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. എഫ് എന്ന് പറയുന്നത് അനാലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂർ ഗാമ സിച്ച് ദാറ്റ് എ എന്ന് പറയുന്നത് ഗാമയിലെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് എ ഹോൾ പവർ എം പ്ലസ് 1 ഡി ഇസെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എം ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2πi ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഇസെഡ്. അതിൻ്റെ വാല്യൂ അറ്റ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. സോ തന്നിരിക്കുന്ന മോഡ് z ഈക്വൽ ടു 1/4 ഞാൻ സി ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. സോ അതാണ് ഞാനിവിടെ ഇൻ്റഗ്രൽ ഓവർ സി ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ്റെ സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഏതൊക്കെ പോയിൻറ്റ്സാണ് സിയിൽ ഉള്ളിൽ ലൈ ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം. ഏതെങ്കിലും പോയിൻറ്റ്സ് സിയിൽ പുറത്ത് ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. സിംഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഫംഗ്ഷനെ ഇക്വേറ്റ് ടു 0 ചെയ്യുക ഡിനോമിനേറ്ററിനെ. സോ അത് ചെയ്യുമ്പോൾ z² പ്ലസ് z ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ അതിന് നിങ്ങൾക്ക് z ഇൻറ്റു z പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ അത് ഇംപ്ലൈ ചെയ്യുന്നത് z ഈക്വൽ ടു 0, -1. ഇതാണ് നിങ്ങളുടെ സിംഗുലർ പോയിൻറ്റ്സ്. സോ ഇത് ഏതൊക്കെ സിയിലുള്ളിൽ ലൈ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. സോ അതിന് നിങ്ങൾ മോഡുലസ് വാല്യൂ എടുക്കണം. സോ മോഡുലസ് ലെസ് ദാൻ 1/4 ആയാൽ നിങ്ങൾ സിയിലുള്ളിൽ ലൈ ചെയ്യും. ഗ്രേറ്റർ ദാൻ 1/4 ആയാൽ സിയിൽ പുറത്ത് ലൈ ചെയ്യും. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. z ഈക്വൽ ടു 0ന് മോഡുലസ് z ലെസ് ദാൻ 1/4 ആണ്. സോ അത് സിയിലുള്ളിൽ ലൈ ചെയ്യുന്നുണ്ട്. z ഈക്വൽ ടു -1ന് മോഡുലസ് z ഗ്രേറ്റർ ദാൻ 1/4 ആണ്. സോ സിയിൽ ഔട്ട് സൈഡാണ് ലൈ ചെയ്യുന്നത്. സോ ഇപ്പം നിങ്ങൾ ഈ ഫംഗ്ഷന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം സച്ച് ദാറ്റ് ന്യൂമറേറ്ററിൽ നിങ്ങൾ പോയിൻ്റ് ഔട്ട് സൈഡ് ലൈ ചെയ്യുന്ന പോയിൻറ്റിനെ മുകളിലോട്ട് എഴുതണം. ആൻഡ് സിയിൽ ഉള്ളിൽ ലൈ ചെയ്യുന്ന പോയിൻ്റ് ഡിനോമിനേറ്റർ വരുന്ന രീതിക്ക് എഴുതണം. സോ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി 2z പ്ലസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ z ഡി z എന്ന് കിട്ടും. സോ ഇപ്പം നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല എന്ന ഫോമിലാണ് ഉള്ളത്. വേർ എഫ് ഓഫ് z എന്ന് പറയുന്നത് 2z പ്ലസ് 1 ഡിവൈഡ് ബൈ z പ്ലസ് 1 ആൻഡ് z മൈനസ് എ ഹോൾ പവർ എം പ്ലസ് 1 എന്ന ഫോമിൽ z ആണ് ഉള്ളത്. സോ കോഷി ഇൻ്റഗ്രൽ ഫോമിൽ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് 0. എ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ലൈ ചെയ്യുന്ന സിംഗുലർ പോയിൻ്റ് ആണ്. ഇവിടെ 0 ആണ് ഉള്ളിൽ ലൈ ചെയ്യുന്നത്. സോ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് ഈസ് 2πi ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi. സോ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ നോക്കാം.
സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 58. √2i മൈനസ് സ്ക്വയർ റൂട്ട് മൈനസ് 2i എന്ന സമ്മിശ്ര നമ്പറിൻ്റെ മോഡുലസ് വില എത്രയാണ്? നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നുകൊണ്ട് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. ഓയിലേഴ്സ് തിയറം. e/i ഈക്വൽ ടു cos θ പ്ലസ് i sin θ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ √2i മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2i ആണ്. അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. സോ -1 നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു i സ്ക്വയർ ആണ്. സോ അത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു √2i മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് i സ്ക്വയർ 2i എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് i സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2i. സ്ക്വയർ റൂട്ട് ഓഫ് i സ്ക്വയർ എന്ന് പറയുന്നത് i ആണ്. സോ ബാക്കിയുള്ളത് ഈക്വൽ ടു √2i മൈനസ് i ഇൻറ്റു √2i എന്നുണ്ട്. സോ രണ്ടിൽ നമുക്ക് √2i കോമൺ ആണ്. സോ അത് പുറത്തെടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √2i ഇൻറ്റു 1 മൈനസ് i. ഇവിടെ ഞാൻ സ്ക്വയർ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് i ഇൻറ്റു 1 മൈനസ് i എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് iൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. സോ നമുക്കറിയാം i ഈസ് ഈക്വൽ ടു e⁻i⁻2 ബിക്കോസ് e⁻i⁻2 എന്ന് പറയുന്നത് cos π/2 പ്ലസ് i sin π/2 ആണ്. നമുക്കറിയാം cos π/2യുടെ വാല്യൂ 0ഉം sin π/2യുടെ വാല്യൂ 1 ആണ്. സോ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് i ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു i ആയിട്ട് കിട്ടും. സോ നമുക്ക് i ഈക്വൽ ടു e⁻i⁻2 ആയിട്ട് എഴുതാം. സോ √i എന്ന് പറയുന്നത് ഈക്വൽ ടു i⁻1/2 ആണ്. So that is equal to e⁻i/2 whole power 2. That is equal to e⁻i/4 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമ്മൾ ഓയിലേഴ്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു cos π/4 പ്ലസ് i sin π/4 എന്ന് കിട്ടും. cos π/4യുടെ വാല്യൂ 1/√2 ആണ്. sin π/4യുടെ വാല്യൂ 1/√2 ആണ്. സോ 1/√2 കോമൺ ആയിട്ടുണ്ട്. സോ പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു 1 പ്ലസ് i എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് √2i മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2i എന്ന് പറയുന്നത് ഈക്വൽ ടു √2 ഇൻറ്റു √2i ഇൻറ്റു 1 മൈനസ് i ആണ്. ഇപ്പം ഞാൻ √iൻ്റെ വാല്യൂ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു √2 ഇൻറ്റു 1/√2 ഇൻറ്റു 1 പ്ലസ് i ഇൻറ്റു 1 മൈനസ് i എന്ന് കിട്ടും. ഇവിടെ റൂട്ടും ക്യാൻസലാവും. ഇവിടെ നമുക്ക് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാണുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് i സ്ക്വയർ. i സ്ക്വയർ എന്ന് പറയുന്നത് -1. സോ 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ സ്ക്വയർ റൂട്ട് 2i മൈനസ് സ്ക്വയർ റൂട്ട് മൈനസ് 2iൻ്റെ വാല്യൂ 2 ആണ്. സോ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59. 1/2 log x² പ്ലസ് y² എന്നതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ഏതാണ്? സോ നമുക്കൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. കോഷി-റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ux ഈക്വൽ ടു vy ആയിരിക്കണം ആൻഡ് uy ഈക്വൽ ടു മൈനസ് vx ആയിരിക്കണം. യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് uxഉം uiയും കണ്ടുപിടിക്കുക. സെക്കൻഡ് dv ഈസ് ഈക്വൽ ടു നമുക്കറിയാം vx dx പ്ലസ് vy dy ആണ്. സോ അവിടെ നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ dvനെ നമുക്ക് ഈക്വൽ ടു മൈനസ് uy dx പ്ലസ് ux dy ആയിട്ട് എഴുതാം. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് v ഈസ് ഈക്വൽ ടു ഇവിടെ uy വിത്ത് റെസ്പെക്റ്റ് ടു dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ yനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം ആൻഡ് പ്ലസ് ux dy ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ടേമിൽ എക്സ് ഇല്ലാത്ത ടേംസിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ 0 ആയിട്ട് പോവും. പ്ലസ് c ആണ്. തേർഡ് കോൺസെപ്റ്റ് ഇൻ്റഗ്രൽ 1/x² പ്ലസ് a² വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഞാൻ യു ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു എക്സും യു വൈ ആണ്. യു എക്സ് എന്ന് പറയുന്നത് യുവിനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. നമുക്കറിയാം ഡിഫറൻസിയേഷൻ ഓഫ് ലോഗ് ഓഫ് എക്സ് പവർ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 1/x/n ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പവർ എൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x/n ഇൻറ്റു n ഇൻറ്റു എക്സ് പവർ എൻ ഹോൾ പവർ -1 എന്ന് കിട്ടും. സോ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/x² + y² ഇൻറ്റു 2x. സോ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു x/x² + y². സിമിലർലി നിങ്ങൾ യു വൈ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. So that is equal to 1/2 into 1/x² + y² into differentiation of x² + y² with respect to y. So that is equal to 1/2 into 1/x² + y² into 2y. So simplify ചെയ്യുമ്പോൾ കിട്ടുന്നത് ui is equal to y/x² + y². സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ഡിവിനെ നമുക്ക് -ui dx + ux dy ആയിട്ട് റൈറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -y ഇൻറ്റു x² + y² dx പ്ലസ് x ഇൻറ്റു x² + y² dy. തേർഡ് സ്റ്റെപ്പ് രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഓവർ ഡി വി ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ടേമിനെ നമ്മൾ y കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. സോ വൈനെ ഞാൻ പുറത്തെടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -y ഇൻറ്റു ഇൻ്റഗ്രൽ 1/x² + y² dx പ്ലസ് ഇൻ്റഗ്രൽ x/x² + y² dy. സെക്കൻഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഇല്ലാത്ത ടേംസിനെ മാത്രമേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാ ടേംസിലും എക്സ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 മാത്രമേ കിട്ടുള്ളൂ. ആൻഡ് ഇൻ്റഗ്രൽ 1/x² + y² എന്ന് പറയുന്നത് y ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ അത് നമ്മുടെ ഈ ടേം എന്ന രീതിക്കാണ് ഉള്ളത്. സോ നമുക്ക് കിട്ടുന്നത് 1/y ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് x/y എന്ന് കിട്ടും. സോ v ഈസ് ഈക്വൽ ടു -y ഇൻറ്റു 1/y tan ഇൻവേഴ്സ് ഓഫ് x/y. ഇവിടെ എല്ലാ ടേംസിനും x ഉണ്ട്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. +0 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. സോ v ഈസ് ഈക്വൽ ടു -tan ഇൻവേഴ്സ് ഓഫ് x/y പ്ലസ് c ആണ്. സോ നമുക്കിപ്പോൾ ആൻസർ നോക്കാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ മേ ബി മൈനസ് ഉണ്ടാവണം, ഒരു തെറ്റ് പറ്റിയതായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. മോഡുലസ് z-1 പ്ലസ് മോഡുലസ് z+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 പ്രതിനിധീകരിക്കുന്ന ആർഗൻ ഡയഗ്രത്തിൻ്റെ മേഖല ഏതാണ്? സോ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന റീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ആർഗൻ ഡയഗ്രാം. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. മോഡുലസ് z-z1 പ്ലസ് z-z2 ഈക്വൽ ടു a സച്ച് ദാറ്റ് മോഡ് z1 മൈനസ് z2 ലെസ് ദാൻ a ആയെങ്കിൽ ഈ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എലിപ്സിൻ്റെ ബൗണ്ടറിയാണ്. ആൻഡ് മോഡുലസ് z-z1 പ്ലസ് z-z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a സച്ച് ദാറ്റ് മോഡ് z1 മൈനസ് മോഡ് z2 ലെസ് ദാൻ a ആയാൽ ഈ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എലിപ്സിൻ്റെ ഇൻറ്റീരിയറും ബൗണ്ടറി റീജിയനുമാണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ തന്നിരിക്കുന്ന റീജിയൻ ഇതാണ്. മോഡുലസ് z-1 പ്ലസ് മോഡുലസ് z+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സോ ഇക്വേഷനെ ഞാൻ ഈ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് z1 ഈക്വൽ ടു 1, z2 ഈക്വൽ ടു -1, a ഈക്വൽ ടു 4 എന്ന് കിട്ടും. നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ മോഡുലസ് z1 മൈനസ് z2 ഈക്വൽ ടു മോഡുലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ആൻഡ് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആണ്. ദാറ്റ് ഈസ് മോഡ് z മൈനസ് z2 ലെസ് ദാൻ a എന്ന് കിട്ടുന്നുണ്ട്. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെയർഫോർ ഈ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന റീജിയൻ ഇൻറ്റീരിയർ ആൻഡ് ബൗണ്ടറി ഓഫ് ആൻ എലിപ്സ് ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്.